സംഭവം അധ്യായം 1 റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ടൈം ലൂപ്പ് പടമാണ്. ഈ മൈൻഡ് ട്വിസ്റ്റിംഗ് സിനിമകൾ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കിളി പറത്തുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് കാണാവുന്ന ഒരു പടമാണ് ഇത്. ഈ സംഭവം ഒരു ഷോർട്ട് ഫിലിം പിന്നീട് സിനിമയാവുന്നതാണ്. എന്നാണല്ലോ ഈ സംഭവം കലക്കിയിട്ടുണ്ട്. ഈ ടൈം ലൂപ്പ് സിനിമകളിലെ രാജാവ് എന്നൊക്കെ പറയുവാണെങ്കിൽ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനമാണ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ പടം. പിന്നെ അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. ടൈം ട്രാവലിംഗ് സിനിമകളും ടൈം ലൂപ്പ് സിനിമകളും ഒരേ രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ടൈം ലൂപ്പ് എന്ന് പറയുന്നത് വേറൊരു ഫോർമാറ്റിലാണ് പോകുന്നത്. പിന്നെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് തരത്തിലുള്ള സിനിമകളും വന്നിട്ടുണ്ട്. ഡാർക്ക് സീരീസ് ആണ് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയേണ്ടത്. ഡാർക്കിനോടൊപ്പം തന്നെ സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു ഫേമസ് നോവല് സിനിമയായിരുന്നു ഇൻ ദ ടോൾ ഗ്രാസ് എന്ന് പറഞ്ഞ്. ഈ സിനിമ ഇഷ്ടപ്പെട്ടവർ, ഈ സംഭവം എന്ന് പറഞ്ഞ പടം ഇഷ്ടപ്പെട്ടവർക്ക്, ഈ ടൈം ലൂപ്പ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് കാണാവുന്ന വേറൊരു പടമാണ് ഇൻ ദ ടോൾ ഗ്രാസ്. പ്രത്യേകിച്ച് അത് സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു ഫേമസ് നോവല് സിനിമയായതും കൂടിയാണ് ആ സിനിമ. പിന്നെ 2024 ഇറങ്ങിയ എം നൈറ്റ് ഷ്യാമളൻ, പ്രശസ്തനായ ഹോളിവുഡ് ഫിലിം മേക്കറാണ്. നമ്മുടെ സിക്സ്ത് സെൻസ് ഒക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളിയുടെ 2024 ഇറങ്ങിയ കാഡോ ലേക്ക് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ ഈ ഡാർക്ക് സീരീസിനെ ഇൻസ്പയർ ചെയ്ത് വന്നതാണ്. ഈ 3 സാധനങ്ങൾ, ഡാർക്ക്, ഇൻ ദി ടോൾ ഗ്രാസ്, കാഡോ ലേക്ക്, ഈ 3 സിനിമകളുടെ ഒരു സ്റ്റൈല് എനിക്ക് ഈ സംഭവം കണ്ടപ്പം തോന്നി. പക്ഷെ അതൊരിക്കലും കോപ്പിയടി ആയിട്ട് തോന്നിയില്ല. പിന്നെ കാഡോ ലേക്കിൻ്റെ അകത്തുള്ള ഒരു ഈ ടൈം ട്രാവലിങ് സംഭവിക്കുമ്പോൾ, ലൂപ്പിൽ പെട്ടുപോകുമ്പോൾ ഈ ശബ്ദം വന്ന് ചെവിക്കതൊരു ഡിസ്റ്റർബൻസ് ആകുന്ന ഒരു സംഭവം അത് ഇതിൻ്റെ അകത്ത് പയറ്റിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഇവിടെ വേറൊരു രീതിയിലാണ് ആ സംഭവം കഥ കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൈൻഡ് ട്വിസ്റ്റിംഗ് സിനിമകൾ അല്ലെങ്കിൽ ടൈം ലൂപ്പ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ഇൻ്റർവെൽ എത്തുന്നതിൻ്റെ മുമ്പുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് അടിപൊളിയായിരുന്നു. ആ ഇൻ്റർവെല്ലിലേക്ക് എത്തുന്ന ആ നിമിഷം എൻ്റെ രോമ എണീറ്റ് പോയി. അമ്മാതിരി ലെവലിലാണ് മേക്കിങ്ങും സ്ക്രിപ്റ്റും ആക്ടേഴ്സും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തൊരു സംഭവമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് പോരായ്മകൾ എനിക്ക് തോന്നി. അത് കഥയിലല്ല, മേക്കിങ്ങിൽ കുറച്ച് പോരായ്മകൾ എനിക്ക് തോന്നി. അതെനിക്ക് മാത്രം തോന്നിയതാണ്. ഞാനത് ഒരിക്കലും ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം ആ ലെവലിൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോയത് കൊണ്ടാണ്. സെക്കൻഡ് ഹാഫിൽ ഈ തുടരെ ടൈം ലൂപ്പിംഗ് വരുന്നുണ്ട്. അത് വേണ്ടിയിരുന്നില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ആ സമയത്ത് ആ ടൈം ലൂപ്പിംഗ് വരുന്നതിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു. ആ ഒരു ഒറിജിനാലിറ്റി കുറച്ച് നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്തു. അത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ട് പറയുമൊന്നുമല്ല. പക്ഷെ ആദ്യമേ കിട്ടിയ അത്രയും ലെവലിൽ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയപ്പം സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു ഡൗൺ ആയി പോയതുകൊണ്ട് ഞാൻ മാത്രം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പടം കത്തിക്കയറുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങി. പിന്നെ അവർ ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന സംഭവങ്ങൾ തുടങ്ങി. അവിടെ മുതൽ വീണ്ടും പടം വേറെ ലെവലായി പോവുകയാണ്. ക്ലൈമാക്സ് കിട്ടുകയാണ്. ഇൻ്റർവെല്ലിൽ എന്ത് ഫീല് കിട്ടിയോ അതേ ഫീല് തന്നെ എനിക്ക് ക്ലൈമാക്സിലും കിട്ടി. ക്ലൈമാക്സ് എൻഡ് ചെയ്ത രീതിയൊക്കെ സൂപ്പർവായിരുന്നു, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് സീനുകൾ, ക്ലൈമാക്സിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടവർക്ക് കലങ്ങും. അത് ശരിക്കും എന്നെ സംബന്ധിച്ചുള്ള എന്നിലെ പ്രേക്ഷകനെ ശരിക്കും ഞെട്ടിപ്പിച്ച് കളഞ്ഞൊരു സീനാണ്. അത് ശരിക്കും ഞാൻ ആരാധിക്കുന്ന ചില ഹോളിവുഡ് സിനിമകളിലേക്ക് ആ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. ആ ഒരു സ്റ്റൈല് മലയാളത്തിൽ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും അഭിമാനവും തോന്നി. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ സിംബോളിക് ആയിട്ടുള്ള സീനുകൾ, നമ്മൾ ഈ ഹോളിവുഡ് സിനിമകൾക്കകത്തൊക്കെ കാണുന്ന പോലത്തെ സംഗതികൾ ഇതിൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ക്ലൈമാക്സിൽ കാണിക്കുന്നു. അല്ലാതെയുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അത് സ്പോയിലർ ആകുമെന്നൊന്നും എനിക്കറിയില്ല, ആയാലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്തൊരു വെള്ള കുതിരയെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് എനിക്ക് വേറെ ലെവലായിട്ടാണ് തോന്നി. അങ്ങനെ ഒരു സംഭവം ഇവർ ഈ കഥയ്ക്കകത്ത് പ്ലേസ് ചെയ്തത് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ പടത്തിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ടോപ്പ് നോച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കൽ വിഭാഗമാണ്.
ഇതിൻ്റെ ടെക്നോളജി അത്രയും ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗോഡ്വിൻ തോമസിൻ്റെ അമ്മാതിരി സാധനം. സിനിമയുടെ തുടക്കം മുതൽ തീരുന്ന ഇടം വരെ ഇതിൻ്റെ മ്യൂസിക് വഹിച്ച പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കിടിലനായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് വിഷ്ണു ഗോവിന്ദ് ഒരുക്കിയിരിക്കുന്ന സൗണ്ട് ഡിസൈനാണ്. ഇനി ഈ സിനിമയ്ക്ക് ഇത്രയും എഫക്റ്റ് തോന്നാൻ, ഞാൻ കാണുന്ന പ്രേക്ഷകർക്ക് ആ ഒറിജിനാലിറ്റി തോന്നാൻ ഇതിൻ്റെ സൗണ്ട് ഡിസൈന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് വിഷ്ണു ഗോവിന്ദിനോട് എടുത്തൊരു കയ്യടി കൊടുക്കേണ്ടതാണ്. ടോപ്പ് നോച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. DOP ചെയ്തിരിക്കുന്നത് നവീൻ നജോസ് ആണ്. പുള്ളിയുടെയും ഓരോ ഷൂട്ടുകൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കാടിൻ്റെ നടുക്കൂടിയുള്ള വഴിയിൽ കൂടിയൊക്കെ വണ്ടികൾ പോകുമ്പോൾ അതിൻ്റെയൊക്കെ ചില ലോങ് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് നല്ല പെയിൻറ്റിങ് കാണുന്ന പോലത്തെ ഷോട്ടുകൾ, അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരുപാട് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാടിൻ്റെ അകത്തായ ഷോട്ടുകളെല്ലാം നമ്മളെ ആ ഭയം കൊണ്ടുവരാനും ഒക്കെ ആ ഷോട്ടുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട വേറൊരു ടെക്നിക്കൽ പെർഫെക്ഷൻ ഇതിൻ്റെ ആർട്ട് ആൻഡ് VFX ടീമുകളാണ്. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ആ പക്ഷിരാജൻ്റെ ആ ഒരു വിഗ്രഹം, വലിയൊരു വിഗ്രഹമാണ് അത്. ആ സാധനം ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. അത് ആ ഒരു സിനിമയ്ക്കൊരു ഭീകരതയുണ്ട് ആ പക്ഷിരാജൻ്റെ സംഭവം കാണിക്കുന്നിടം മുതൽ. ആക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് വന്ന അസ്കർ അലിയാണ്, ആസിഫ് അലിയുടെ അനിയൻ. പല സീനുകളും കണ്ടപ്പോൾ ഇത് ആസിഫ് അലിയെ പോലെ തോന്നി. കാരണം ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട് അവരുടെ തമ്മിൽ. പക്ഷേ അത് ആസിഫ് അലിയെ പോലെ അല്ല അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയുടേതായിട്ടുള്ളൊരു ശൈലിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു പോലീസുകാരൻ്റെ ഒരു ക്യാരക്ടർ ചെയ്ത അസീം ജമാൽ എന്ന് പറഞ്ഞ ആ ആക്ടർ, എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് പുള്ളിയുടെ ആയിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെന്തിൽ കൃഷ്ണ ചെയ്ത ക്യാരക്ടർ എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ സിനിമയ്ക്കകത്തൊരു സുപ്രധാനമായ ഒരു രംഗമുണ്ട്. ആ രംഗം ഏത് നിമിഷവും പാളിപ്പോകുന്ന രംഗമാണ്. കാരണം പ്രേക്ഷകർക്ക് വളരെയധികം ക്യൂരിയോസിറ്റി തോന്നിപ്പിക്കേണ്ട ഒരു രംഗമാണ്. ആ സീന് കൈകാര്യം ചെയ്തിരിക്കുന്ന സെന്തിൽ കൃഷ്ണയാണ്. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ആ ഭാഗം സെന്തിൽ കൃഷ്ണ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഈ സിനിമ സംഭവം അധ്യായം 1 നല്ലൊരു അറ്റംപ്റ്റ് ആണ്. മലയാളത്തിൽ ഈ ടൈം ലൂപ്പ് സംഭവം ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ചുരുളി വേറെ ലെവല് പടമാണ്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് സാധനമാണ്. പക്ഷെ ആ സിനിമയും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചുരുളി എന്ന് പറയുമ്പം അത് ഒരു ലിജോ ജോസ് വെല്ലിശ്ശേരി പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് സാധനങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ചുരുളിയുടെ സ്റ്റൈല് വേറെ, ഈ പടത്തിൻ്റെ സ്റ്റൈല് വേറെ. ഈ പടത്തിൻ്റെ ഒരു രീതിയിൽ അവരുടെ അറ്റംപ്റ്റ് നന്നായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ, ഈ ടൈം ലൂപ്പ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ, നമ്മൾ ഒരുപാട് വലിയ ഹോളിവുഡ് സിനിമകളുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാതെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണ്. വിൻറ്റേജ് ഫിലിമിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.